ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്ററിക്കാരുടെ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 5th യൂണിറ്റിലെ ഫസ്റ്റ് ബ്ലോക്കാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5th ബ്ലോക്കിൻ്റെ പേര് മെഡീവൽ സ്വരൂപം എന്നാണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് നടുവാഴി സ്വരൂപം എന്നാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സ് ഉണ്ട്, ഇംഗ്ലീഷിലാണ് പെയ്ഡ് അസൈൻമെൻറ്റ്സും ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നടുവാഴി സ്വരൂപമാണ് ഒന്നാമത്തെ യൂണിറ്റിന് പേരെന്ന് പറഞ്ഞു അല്ലേ. അതിന് നമുക്ക് ചേര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് MGS നാരായണൻ നിർദ്ദേശിച്ച കാരണങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ അദ്ദേഹം പറയുന്നത് ആന്തരിക കലഹങ്ങളാണ്, അതായത് സാമ്രാജ്യത്തിനകത്ത് തന്നെയുള്ള കലഹങ്ങളാണ്. രണ്ടാമത്തത് പ്രാദേശിക പോരാട്ടങ്ങളാണ്, വിവിധ പ്രദേശങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ. മൂന്നാമത്തത് വിദേശീയ ആക്രമണങ്ങൾ, ചേരന്മാരൊക്കെ വിദേശികൾ ആക്രമിച്ചത്. നാലാമത്തത് സാമ്പത്തിക തകർച്ചയാണ്, സാമ്പത്തികമായിട്ടുണ്ടായ തകർച്ച. അതായത് ആ കാലഘട്ടത്തിൽ കൂടുതലും വിദേശ വ്യാപാരമൊക്കെ ഉണ്ട്, സമ്പത്തുണ്ടായിരുന്നെങ്കിലും ഈ ഭരണാധികാരികളൊക്കെ സാഹിത്യ പ്രോത്സാഹനത്തിന് വേണ്ടി കണ്ടമാനം പണം ചിലവഴിച്ചത് സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അഞ്ചാമത്തത് സാംസ്കാരികവും മതപരവുമായ മാറ്റങ്ങളാണ്. ഇത് പുതിയ മതങ്ങൾ വന്നപ്പോൾ മതപരമായ മാറ്റങ്ങളുണ്ടായി. ശൈവ വൈഷ്ണവ മതങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ അതിനുള്ള അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായി. ആറാമത്തത് ഭൂപ്രകൃതിയും പരിസ്ഥിതിയും നദീതടങ്ങളുടെ മാറ്റങ്ങളൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ 6 കാരണങ്ങളാണ് അദ്ദേഹം MGS നാരായണൻ പറയുന്നത്. 1 ആന്തരിക കലഹം, മറ്റൊന്ന് പ്രാദേശിക പോരാട്ടങ്ങൾ, 3 വിദേശ ആക്രമണങ്ങൾ, 4 സാമ്പത്തിക തകർച്ച, 5 സാംസ്കാരികവും മതപരവുമായ മാറ്റങ്ങൾ, 6 ഭൂപ്രകൃതിയും പരിസ്ഥിതിയും. ഇതാണ് കാരണങ്ങൾ. ഇനി നമുക്ക് മധ്യകാല കേരളത്തിലെ വിവിധ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഒന്ന് സ്വരൂപങ്ങളാണ്. സ്വരൂപങ്ങളെക്കുറിച്ച് ചോദിക്കുക. 2 മാർക്കിനും ചോദിക്കും, 5 മാർക്കിനും ചോദിക്കും കേട്ടോ. എന്താണ് മധ്യകാല കേരളത്തിലെ സ്വരൂപം എന്ന് പറയുന്നത്? ഒരു വലിയ ജാതി മൂലക ഭരണഘടനയാണ്. ചെറിയ രാജ്യങ്ങളോ ഭൂപ്രദേശങ്ങളോ ആണെന്ത് ഈ ചെറിയ രാജ്യങ്ങളോ ഭൂപ്രദേശങ്ങളോ ആണ് ഈ സ്വരൂപങ്ങൾ. ഓരോ സ്വരൂപത്തിനും അവരുടേതായിട്ടുള്ള സ്വന്തം ഭരണാധികാരവും സൈനിക സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വയംഭരണ സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ഈ സ്വരൂപങ്ങൾക്ക് ഉണ്ടായിരുന്നു. വേണാട് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തിരുവിതാംകൂർ, കൊച്ചി, സാമൂതിരി ഭരണ സ്വരൂപങ്ങൾ എന്നിവയ്ക്കാണ് പ്രധാന സ്വരൂപങ്ങൾ. ഇനി നാടുവാഴികളാണ് അടുത്ത് വരുന്നത്. നാടുവാഴികൾ എന്ന് പറയുന്നത് സ്വരൂപത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പ്രാദേശിക ഭരണാധികാരികളാണ്. ഒരു നാട് എന്നത് പരിമിതമായ പരിധിയിൽ വരുന്ന ഒരു അധിപൻ്റെ കീഴിലുള്ളതാണ്. അവർക്ക് നികുതി പിരിക്കുക, നിയമങ്ങളും ശാസനങ്ങളും ഒക്കെ നടപ്പിലാക്കുക, അതുപോലെ തന്നെ സൈനിക സേവനം നടത്തുക, ക്ഷേത്രങ്ങളും ഗ്രാമങ്ങളും ഒക്കെ സംരക്ഷിക്കുക തുടങ്ങിയ ചുമതലകളാണ് ആർക്കുണ്ടായിരുന്നത്? നാടുവാഴികൾക്ക് ഉണ്ടായിരുന്നത്. ഇനി സ്വരൂപങ്ങളും നാടുവാഴികളും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ബന്ധം ഭരണഘടനാപരമായ ബന്ധമാണ്. സ്വരൂപത്തിൻ്റെ അധിപന്മാർ തൻ്റെ അധികാര പരിധിയിൽ വിവിധ നാടുകൾ വഹിക്കുന്ന നാടുവാഴികളെ നിയന്ത്രിച്ചിരുന്നു. മറ്റൊന്ന് സൈനിക ബന്ധമാണ്. സൈനിക ബന്ധം എന്ന് പറയുമ്പോൾ യുദ്ധസമയങ്ങളിൽ നാടുവാഴികൾ അവരുടെ നാടുവാഴികൾക്ക് കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരുണ്ടാവും. ആ സൈനികരെ സ്വരൂപങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കണമായിരുന്നു. പിന്നെ മൂന്നാമത്തത് സാമ്പത്തിക ബന്ധമാണ്. സാമ്പത്തിക ബന്ധം എന്ന് പറഞ്ഞാൽ നാടുവാഴികൾ പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്നൊരു ഭാഗം ആർക്ക് കൊടുക്കണം? സ്വരൂപങ്ങളുടെ ആവശ്യങ്ങൾക്ക് സമർപ്പിക്കണമായിരുന്നു. നാലാമത്തത് സംസ്കാരപരമായ ബന്ധമാണ്. സംസ്കാരപരമായ ബന്ധം എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങൾ, ഉത്സവങ്ങൾ, മതപരിപാടികൾ എന്നിവയിലൂടെ നാടുവാഴികൾ സ്വരൂപിക്കുന്ന ഒരു ഫണ്ടുണ്ടാവും. അത് ആരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി? ക്ഷേത്രത്തിൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ട് സ്വരൂപങ്ങൾ ക്ഷേത്രങ്ങൾക്ക് കീഴിലുള്ള അപ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കണം. പിന്നെ കൂടിയാലോചനയും നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിലുള്ള ബന്ധം ചോദിച്ചാൽ പ്രാദേശിക സഭകൾ വഴി നാടുവാഴികൾ, ദേശീയ പ്രതിനിധികൾ അവരുടെ സഹകരണത്തോടെ ഭരണാധികാരികൾ മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതിനാരെ ഉപയോഗപ്പെടുത്താറുണ്ട്? നാടുവാഴികളെ സ്വരൂപങ്ങളെ നാടുവാഴികളും ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏതെല്ലാം കാര്യങ്ങളിലാണ് ബന്ധങ്ങൾ? ഭരണഘടനാപരമായ ബന്ധം, സൈനിക ബന്ധം, സാമ്പത്തിക ബന്ധം, സംസ്കാരപരമായ ബന്ധം, ലാസ്റ്റ് പറഞ്ഞത് കൂടിയാലോചനയും അതുപോലെ തന്നെ നിയമനിർമ്മാണം. ഇത്രയാണ് ബന്ധങ്ങൾ. ഇനി നമുക്കിതിൽ സ്വരൂപങ്ങളുടെ ആവിർഭാവത്തിൽ വലിയ സാമ്രാജ്യങ്ങളോ ആധിപത്യങ്ങളോ ഇല്ലാതെയായി പോയിട്ടുണ്ട്. അതെങ്ങനെയാണ്? അപ്പോൾ നമ്മളോട് സ്വരൂപത്തിൻ്റെ ആവിർഭാവം രാഷ്ട്രീയ ഭൂപ്രകൃതിയെ എങ്ങനെ ബാധിച്ചു എന്നുള്ള രീതി. അപ്പോൾ സ്വരൂപങ്ങൾ ഉയർന്നു വന്നപ്പോൾ എന്തായി? വലിയ സാമ്രാജ്യങ്ങളും ആധിപത്യ കേന്ദ്രങ്ങളും ഇല്ലാതായി. ശരിയാണ്.
അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പകരം ചെറിയ ചെറിയ ഭൂപ്രദേശങ്ങൾ, സ്വരൂപങ്ങൾ ചെറിയ യൂണിറ്റുകളാണല്ലോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഭൂപ്രദേശങ്ങൾ അവർ അർദ്ധ സ്വതന്ത്ര സംസ്ഥാനങ്ങളായിട്ട് വളർന്നു വന്നു. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ സാമൂതിരിയുടെ കോഴിക്കോട് എന്നിവയ്ക്ക് ഓരോ സ്വതന്ത്ര സ്വരൂപങ്ങളായിട്ട് വളർന്നു വന്നു. അപ്പോൾ ഓരോ സ്വരൂപവും അതിൻ്റെ അതിർത്തികൾ ഉറപ്പിക്കാനും അധികാരം വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് നാടുവാഴികൾ ചേരിതിരിയും പലപ്പോഴും അന്യായവും യുദ്ധങ്ങളും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വരൂപങ്ങൾ അവരുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ തങ്ങളുടെ സ്വന്തം സൈനിക ശക്തി വികസിപ്പിച്ചു. നാടുവാഴികൾ ചെറിയ തലത്തിൽ അവരുടെ സ്വന്തം കാവൽപ്പടയെയും ആയുധസേനയും ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നിയന്ത്രിച്ചു. വലിയ തോതിൽ ഏകീകൃതമായ ഭരണഘടന ഇല്ലാതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഇടവരുത്തുകയും ചെയ്തു. അത് വിദേശാക്രമണങ്ങൾക്ക് നേരെ ഒരു ഐക്യപ്രതിരോധം സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കി. അങ്ങനെ സ്വരൂപങ്ങൾ തമ്മിലുള്ള മത്സരം വ്യാപാര സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വിദേശ വ്യാപാരങ്ങളോടുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും കാരണമായി. കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങൾ അന്താരാഷ്ട്ര കേന്ദ്രങ്ങളാക്കി വികസിപ്പിച്ചു. ക്ഷേത്രങ്ങൾ പ്രകീർത്തിപ്പിക്കപ്പെട്ട സ്ഥാപനങ്ങളായതുകൊണ്ട് ഭൂപ്രദേശങ്ങളുടെ നിയന്ത്രണത്തിനും അധികാരത്തിനും അവ സഹായകമായി. അപ്പോൾ ക്ഷേത്രങ്ങളെ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി. പിന്നെ വേണാട്, കൊച്ചി, കോലത്തുനാട്, കോഴിക്കോട് പ്രദേശങ്ങൾ എങ്ങനെയാണ് അവരുടെ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ അധികാരവും സ്ഥാപിച്ചതെന്നാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓരോന്നിനെ നോക്കാം. വേണാട് പറയുകയാണെങ്കിൽ ചേര സാമ്രാജ്യത്തിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ദക്ഷിണ കേരളത്തിൽ സ്വതന്ത്രമായ ഭൂരാജ്യമായിട്ടാണ് വേണാട് ഉയർന്നു വന്നത്. കൊല്ലം കേന്ദ്രമാക്കിയായിരുന്നു വേണാടിൻ്റെ വളർച്ച. നാടുവാഴികളെ ഏകീകരിച്ച് കേന്ദ്രഭരണം അവർ സൃഷ്ടിച്ചു. പിന്നീട് തിരുവിതാംകൂർ എന്ന പേരിൽ ശക്തമായൊരു റീജിയണൽ ശക്തിയായിട്ടത് വളർന്നു. കൊച്ചി അഥവാ പെരുമ്പടപ്പ് സ്വരൂപം എന്താ നോക്കാം. ചേര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പെരുമ്പടപ്പിൻ്റെ പിറവി കൊച്ചി രാജ്യം രൂപപ്പെട്ടു. കൊടുങ്ങല്ലൂർ, മുതിരിപ്പള്ളി തുടങ്ങിയ തുറമുഖങ്ങൾ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായിട്ട് അവിടെ വളർന്നു വന്നു. പ്രത്യേകിച്ച് അറബികളും ചൈനക്കാരുമായുള്ള ബന്ധം അതിലൂടെ ശക്തമായി. 1500 പോർച്ചുഗീസുകാരെത്തിയത് കൊച്ചി രാജാക്കന്മാർക്ക് പോരായ്മയുള്ള മറ്റു ഭാഗങ്ങളുടെ ശക്തി പ്രദർശനം നടത്താനും സഹായിച്ചു. കൊച്ചി രാജാക്കന്മാർ വിദേശ സഹായം ഉപയോഗിച്ച് സാംസ്കാരികവും സാമ്പത്തികവുമായ ശക്തി ഉറപ്പാക്കുകയും ചെയ്തു. ഇനി കോലത്തുനാട് അഥവാ ചിറക്കൽ രാജ്യം. മൂഷക വംശത്തിൻ്റെ പൈതൃകത്തിൽ നിന്ന് കോലത്തുനാട് രൂപപ്പെട്ടത്. വടക്കേ കേരളത്തിൽ കാസർഗോഡ് മുതൽ കണ്ണൂർ വരെയുള്ള പ്രദേശങ്ങളിൽ ശക്തമായ സ്വാധീനം ഇവർക്കുണ്ടായിരുന്നു. കോലത്തുനാട് നാടുവാഴികളെ ഏകീകരിച്ച് അർദ്ധ സ്വതന്ത്ര ഭരണഘടന രൂപപ്പെടുത്തി. വിദേശ വ്യാപാര ബന്ധങ്ങൾ കൊണ്ട് അവർ സമ്പന്നമായ ഒരു നാടായിട്ട് വളരുകയും ചെയ്തു. പിന്നെ നമുക്കതിൽ കോഴിക്കോട് അഥവാ സാമൂതിരിയുടെ ഭരണപ്രദേശവും കൂടിയാണ് കേട്ടോ. ചേര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഒരു പങ്കാണ് സാമൂതിരിക്ക് ലഭിച്ചത്. അത് കോഴിക്കോട് തുറമുഖം വികസിപ്പിച്ച് വിദേശ വ്യാപാരത്തെ അവർ ആകർഷിച്ചു. സമുദ്രവഴിയിലെ വാണിജ്യം വഴി സാമൂതിരി സമ്പന്നമായി. അതിലൂടെ സൈനിക ശക്തി അതിനോടൊപ്പം സൈനിക ശക്തി കൂടിച്ചേർന്നപ്പോൾ അത് വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. ചേര സാമ്രാജ്യത്തിൻ്റെ ശേഷം ഉണ്ടായ രാഷ്ട്രീയ ശൂന്യത വേണാട്, കൊച്ചി, കോലത്തുനാട്, കോഴിക്കോട് തുടങ്ങിയ ഈ സ്വരൂപങ്ങൾ അല്ലെങ്കിൽ നാടുകൾ നികത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയാണ് നമുക്ക് ഇതിലെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്സ്.